Dear students, Calicut University BSc Mathematics 6th semester Complex Analysis MTS 6B11 എന്ന പേപ്പറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. ഇത് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് ആണ്. 2019 മുതൽ ന്യൂ സിലബസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല, ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട്. സോ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. അതിലെ സെക്ഷൻ എ 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സീലിംഗ് മാക്സിമം 25 മാർക്സ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് z tends to 1 plus I z raised to 5 plus 4z divided by z square minus 2z plus 2. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റിയൽ കേസിൽ ലിമിറ്റ് കാണുന്ന അതേ മെത്തേഡ് തന്നെ. z raised to 5 plus 4z divided by z square minus 2z plus 2. ഇതിലെ ഡിനോമിനേറ്റർ ഡയറക്റ്റ് ആയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0/0 ഫോമാണ് കിട്ടുന്നത്. സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലോപിറ്റാൽസ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ നമ്മൾ ന്യൂമറേറ്ററിന് f of z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ഡിനോമിനേറ്ററിന് g of z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് z tends to 1 plus I f of z by g of z, അത് 0/0 ഫോം കിട്ടും. സോ വി ടേക്ക് ദിസ് ഈക്വൽ ടു ലിമിറ്റ് z tends to 1 plus I f dash of z divided by g dash of z. ഇങ്ങനെയാണ് ലോപിറ്റാൽസ് റൂൾ നമ്മൾ ചെയ്യുന്നത്. സോ വി ഗെറ്റ് ലിമിറ്റ് z tends to 1 plus I f dash of z means 5 z raised to 4 plus 4 divided by 2z minus 2. സോ ഇവിടെ z-ന് 1 plus I കൊടുക്കുക. സോ 1 plus I all raised to 4 കാണണം. സോ 1 plus I whole square എന്ന് പറഞ്ഞാൽ we get 1 square plus I square plus 2i. So we get ഇത് 1 minus 1, so we get 2i. So 1 plus I whole raised to 4 equal to 2i whole square എന്ന് കിട്ടും. That is minus 4 എന്ന് കിട്ടും. So ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് z tends to 1 plus I 5 z raised to 4 plus 2z minus 2 equal to 5 into z raised to 4 എന്ന് പറഞ്ഞാൽ minus 4 plus 4 divided by 2 into 1 plus I minus 2. So we get a minus 20 plus 4 divided by 2 plus 2i minus 2. So we get a minus 16 divided by 2i, that is minus 8 by I. Minus 8 by I എന്ന് കിട്ടും. സോ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 8i എന്ന് കിട്ടും. I സ്ക്വയർ മൈനസ് 1 ആണ്, മൈനസ് മൈനസും ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് 8i. സോ minus 8 by I or that's equal to 8i. That is the answer. Then second question വരുന്നത്, show that the function f of z equal to e raised to minus x cos y minus I into e raised to minus x sin y is analytic in its domain. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ യു ഹാവ് ടു ചെക്ക് ദി കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കണം. യു എക്സ് ഈക്വൽ ടു വി വൈ, യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യു എക്സ്, യു ഐ, വി എക്സ്, വി വൈ ആർ കണ്ടിന്യൂസ് ആവുകയും ചെയ്യണം. സോ ഹിയർ u equal to real part e raised to minus x cos y, v equal to minus e raised to minus x sin y. യും വിയും, അതായത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. യു എക്സ് ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് sin y, that is cos y യുടെ minus sin y വരും. Then vx equal to e raised to minus x sin y and vy equal to minus e raised to minus x cos y. So we get ux equal to vy, uy equal to minus vx. So Cauchy-Riemann equations satisfied, and also the partial derivatives e raised to x continuous function ആണ്.
cos and sin are continuous functions. So all the partial derivatives are continuous in the domain. So the given function f of z is analytic in its domain. Then third question പറയുന്നത് write the principal value of log 1 plus I whole raised to 4 in the form of a plus ib. Log 1 plus I whole raised to 4 ന്റെ principal value a plus ib real part plus I in the imaginary part ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ലോഗ് 1 പ്ലസ് ഐ ഹോൾ റൈസ് ടു 4 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ലോഗ് സെഡിൻ്റെ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൽ എൻ എന്ന് എഴുതുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ്. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് സെറ്റാണ്. സോ ഇവിടെ 1 പ്ലസ് ഐ ഓൾ റൈസ് ടു 4 ആണ് സെഡിൻ്റെ പ്ലേസിലുള്ളത്. അതിലെ 1 പ്ലസ് ഐ ഓൾ റൈസ് ടു 4ൻ്റെ വാല്യൂ അതൊന്ന് കാണാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തിരുന്നു 1 പ്ലസ് ഐ ഓൾ റൈസ് ടു 4 നമുക്ക് -4 ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ലോഗ് 1 പ്ലസ് ഐ ഓൾ റൈസ് ടു 4 എന്നതിന് പകരം ലോഗ് -4 എന്ന് എഴുതാം. സോ ലോഗ് -4 ഈക്വൽ ടു ലോഗ് മോഡ് -4 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് -4. അപ്പോൾ ലോഗ് 4 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് -4 എന്ന് പറഞ്ഞാൽ -4 നെഗറ്റീവ് റിയൽ ആക്സിസിലുള്ള നമ്പറാണ്. സോ അതിൻ്റെ നെഗറ്റീവ് റിയൽ ആക്സിസിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പൈ ആണ്. സോ ഐ ഇൻറ്റു പൈ എന്ന് കിട്ടും. സോ ലോഗ് 4 പ്ലസ് ഐ പൈ ദാറ്റ് ഈസ് എ പ്ലസ് ഐ ബി ഫോമിലാണ്. റിയൽ പാർട്ട് ലോഗ് 4ഉം ഇമാജിനറി പാർട്ട് പൈയുമാണ്. വേണമെങ്കിൽ ലോഗ് 4ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാണാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദി ഫോർത്ത് വൺ. വെരിഫൈ ദാറ്റ് മോഡുലസ് ഓഫ് സൈൻ എച്ച് സെഡ് സ്ക്വയർ ഈക്വൽ ടു സൈൻ എച്ച് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വൈ. വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സൈൻ എച്ച് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ദാറ്റ് ഈസ് സൈൻ എച്ച് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എക്സ് കോസ് എച്ച് ഐ വൈ പ്ലസ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് ഐ വൈ. സൈൻ എ പ്ലസ് ബിയുടെ അതേപോലെ തന്നെ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ദെൻ കോസ് എച്ച് ഐ വൈ മീൻസ് ഇറ്റ് ഈസ് കോസ് എച്ച് ഐ വൈ ഈക്വൽ ടു കോസ് വൈ ആണ്. സൈൻ എച്ച് ഐ വൈ ഈക്വൽ ടു ഐ സൈൻ വൈ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എച്ച് എക്സ് കോസ് വൈ പ്ലസ് ഐ കോസ് എച്ച് എക്സ് സൈൻ വൈ എന്ന് കിട്ടും. ദെൻ മോഡുലസിൻ്റെ സ്ക്വയർ കാണാം. സോ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. മോഡുലസ് കാണാൻ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആണ്. സോ മോഡുലസിൻ്റെ സ്ക്വയർ ആകുമ്പോൾ റൂട്ട് ഉണ്ടാവില്ല. സോ സൈൻ എച്ച് എക്സ് കോസ് വൈ സ്ക്വയർ പ്ലസ് കോസ് എച്ച് എക്സ് സൈൻ വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ അത് സ്പ്ലിറ്റ് ചെയ്താൽ സൈൻ എച്ച് സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ വൈ പ്ലസ് കോസ് എച്ച് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അതിൽ സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്നുള്ള ടേമും ഉണ്ട്, സൈൻ സ്ക്വയർ വൈ എന്നുള്ള ടേമും ഉണ്ട്. സോ ഇതിലെ ഈ ഫസ്റ്റ് ടേം സൈൻ എച്ച് സ്ക്വയർ എക്സ് അവിടെ നിർത്തുക. ബാക്കി കോസ് സ്ക്വയർ വൈനെ മാറ്റി എഴുതുക. കോസ് സ്ക്വയർ വൈ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സോ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ സെക്കൻഡ് പാർട്ടിൽ സൈൻ സ്ക്വയർ വൈ ഉണ്ട്. സോ സെക്കൻഡ് ടേമിൽ സൈൻ സ്ക്വയർ വൈ അവിടെ അതേപോലെ മാറ്റമില്ലാതെ എഴുതാം. ദെൻ കോസ് എച്ച് സ്ക്വയർ എക്സിന് മാറ്റാം. കോസ് എച്ച് സ്ക്വയർ എക്സ് നമുക്കറിയാം കോസ് എച്ച് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ എച്ച് സ്ക്വയർ തീറ്റയാണ് 1. സോ കോസ് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈൻ എച്ച് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ എന്നുള്ള ടേം ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് സൈൻ എച്ച് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വൈ. ഇതുപോലെ തന്നെ മോഡുലസ് ഓഫ് കോസ് എച്ച് സെഡ് സ്ക്വയറും ഇക്വാലിറ്റി ആയിട്ട് എഴുതാറുണ്ട്. ഇതേപോലെ തന്നെ സെഡിന് എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതുപോലെ മാറ്റി എഴുതിയിട്ട് അതിനും ഒരു റിസൾട്ട് നമുക്കുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഫിഫ്ത്ത് വൺ. ഇവാലുവേറ്റ് ഇന്റർവൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് where C is the quarter circle defined by x equal to 4 cos t, y equal to 4 sin t, 0 less than or equal to t less than or equal to pi by 2. Quarter circle ആണ്. സോ 0 മുതൽ
π/2 വരെയാണ് അത് ഉണ്ടാവുക ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സോ ഇത് ചെയ്യാൻ ഇവിടെ തന്നിട്ടുള്ളത് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് ആണ്. എക്സ് വൈ സ്ക്വയർ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ചോദിക്കാം, എക്സ് വൈ സ്ക്വയർ ഡി വൈ ചോദിക്കാം, എക്സ് വൈ സ്ക്വയർ ഡി എസ് ചോദിക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 4 cos t, y equal to 4 sin t. സോ എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എക്സ് എന്ത് വരും? 4 cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഡി ടി. ഡി വൈ ആണെങ്കിൽ 4 cos ടി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ലിമിറ്റ് ടിയുടെ ലിമിറ്റ് 0 to π/2 കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനി ഡി എസ് വരുമ്പോൾ അവിടെ ഡി എസ് ആണ്, ഡി എക്സും ഡി വൈയും അല്ല, ഡി എസ് ആണുള്ളത്. ഡി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സും വൈയും തന്നിട്ടുള്ളത് ഒരു പാരാമെട്രിക് ഫോമിലാണെങ്കിൽ, അതായത് ഇവിടെ ടി എന്നുള്ള പാരാമീറ്റർ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ഡി എസ് വരുന്നത് റൂട്ട് ഓഫ് എക്സ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൈ ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി. ഡി ടി റൂട്ടിന് പുറത്താണ്. ഇതാണ് ഡി എസ്. ഇനി അതല്ല, നമുക്ക് എക്സും വൈയും തന്നിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പിലാണ്, അതായത് y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഒരു റിലേഷനാണ് തന്നിട്ടുള്ളത്. അതായത് പാരാമീറ്റർ ഫോമിലല്ല, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലാണെങ്കിൽ ഡി എസ് ഈക്വൽ ടു, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ്. ഡി എക്സ് റൂട്ടിന് പുറത്ത്. അപ്പോൾ ഇവിടെ പാരാമെട്രിക് ഫോം ആയതുകൊണ്ട് ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഡാഷ് ഓഫ് ടി. എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 4 cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 4 sin ടി സ്ക്വയർ പ്ലസ് വൈ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് 4 sin ടിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 4 cos ടി സ്ക്വയർ ഡി ടി. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു 16 ഉണ്ടാവും കോമൺ ആയിട്ട്. ദെൻ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഡി ടി ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 16. ഇത് 1 ആണ്. റൂട്ട് 16 ദാറ്റ്സ് ഈക്വൽ ടു 4 ഡി ടി എന്ന് കിട്ടും. സോ ഡി എസ് ഈക്വൽ ടു 4 ഡി ടി ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 4 cos ടി ആണ്, വൈ ഈക്വൽ ടു 4 sin ടി അതിൻ്റെ സ്ക്വയർ, ഡി എസ് എന്ന് പറഞ്ഞാൽ 4 ഡി ടി ക്വാർട്ടർ സർക്കിളാണ് 0 to π/2 ടിയുടെ ലിമിറ്റ്. ദെൻ വി ഗെറ്റ് 16 into 4 that is 256 0 to π/2 cos t sin square t dt. Then sin t ക്ക് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin t equal to u, then cos t dt equal to tu, and when t equal to 0 u equal to 0, t equal to π/2 u equal to 1. So we get that's equal to integral 0 to 1 256 ഉണ്ടാവും. 256 into integral 0 to 1 u square du, that is 256 into u cube by 3 0 to 1, that is 256 by 3. That is the answer. Next we have 6th question. Evaluate integral over c 1 by z dz where c is the contour consisting of the line segments from z equal to minus 2i to z equal to 2, from z equal to 2 to z equal to 2i, then 2i to minus 2, then minus 2 to minus 2i in the counter clockwise direction. അപ്പോൾ 1 by z എന്നുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കാണണം. ഇവിടെ c എന്ന് പറയുന്ന കർവ് തന്നിരിക്കുന്നത് മൈനസ് 2iയിൽ നിന്നും 2 വരെയുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ്, ദെൻ 2ൽ നിന്നും 2i വരെയുള്ള അനദർ ലൈൻ സെഗ്മെൻറ്റ്, ദെൻ 2iയിൽ നിന്നും മൈനസ് 2ലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ്, ദെൻ മൈനസ് 2ൽ നിന്നും 2iലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സി എന്ന് പറയുന്നത്. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 by z ആണ്, എഫ് ഓഫ് z. സോ 1 by z ഈസ് അനാലിറ്റിക് except that z equal to 0. So z equal to 0 inside c ആണ്.
സോ നമുക്ക് കോഷി-കോർസാറ്റ് തിയറം ഉപയോഗിക്കാൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിലെ ഓരോ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കാണുക എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. സോ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് ആണ് അപ്ലൈ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് പറയുന്നത് രണ്ട് കർവ് C1ഉം അതേപോലെ C2 ഉണ്ടെങ്കിൽ C1നും C2നും ഇടയ്ക്കുള്ള ഈ ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയനിൽ അതുപോലെ C1ലും C2ലും ഓൺ C1 ആൻഡ് C2 ആൻഡ് ബിറ്റ്വീൻ ദ ക്ലോസ്ഡ് റീജിയൻ C1 ആൻഡ് C2 അതിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡും ഇന്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡും സെയിം ആയിരിക്കുന്നതാണ്. സോ നമ്മളിവിടെ 0 സെൻറ്റർ ആയിട്ട് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. മോഡ് സെഡ് ഈക്വൽ ടു R വേർ R ഈസ് ലെസ് ദാൻ ദിസ് 2 ഈ 2 വരെയുള്ള 2നേക്കാൾ ചെറിയ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ദെൻ അപ്പോൾ ഇവിടെയുള്ള ഈ ഇടയ്ക്കുള്ള ഈ പോർഷനിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. കാരണം 0ൽ മാത്രമേ അനാലിറ്റിക് അല്ലാത്തുള്ളൂ. അത് നമ്മൾ ഈ സർക്കിളിന് നമ്മൾ C0 എന്ന് കൊടുത്തു. C0-നുള്ളിലാണ്. സോ അപ്പോൾ ഓൺ C0-ലും അതുപോലെ ബിറ്റ്വീൻ C ആൻഡ് C0-ലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. സോ വി ക്യാൻ അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത്. സോ ഇന്റഗ്രൽ ഓവർ C1/z dz എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ C0 1/z dz ആണ്. അപ്പോൾ മോഡ് z ഈക്വൽ ടു R ആണ്. സോ z ഈക്വൽ ടു R e raised to I t. Then dz means R I e raised to I t dt 0 less than or equal to t less than or equal to 2pi സർക്കിൾ ആയതുകൊണ്ട്. സോ 0 to 2pi 1/R e raised to I t R I e raised to I t dt. സോ ക്യാൻസൽ ചെയ്ത് പോയാൽ we get ഇന്റഗ്രൽ I dt ആണ് 0 to 2pi we get 2pi I. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് എനി curve, any simple closed contour surrounding the origin ഇന്റഗ്രൽ ഓവർ അത് C ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ C 1/z dz 2pi I ആയിരിക്കും. അപ്പോൾ ആ റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ആ റിസൾട്ടും പ്രൂവ് ചെയ്യുന്നത് ഡിഫോർമേഷൻ ഓഫ് പാത്ത് ഉപയോഗിച്ചിട്ടാണ്. So 2pi I is the answer. Then next we have next question, that is seventh question പറയുന്നത് if a function f is continuous on a domain D and f is an antiderivative of f small f in D, then for any contour C in D with the initial point z0 and terminal point z1 show that integral over C f of z d is equal to capital F of z1 minus f of z0. ഇത് ഫണ്ടമെന്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ആണ്. അതിൻ്റെ പ്രൂഫാണ് ചോദിച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ്. അതിൻ്റെ പ്രൂഫ് അതിൽ നമ്മൾ പഠിക്കുന്നതാണ്. പ്രൂഫ് വരുന്നത് ഇങ്ങനെയാണ്. സി എന്ന് പറയുന്നത് നമ്മൾ z ഈക്വൽ ടു z ഓഫ് ടി എന്നെടുക്കും. ടി എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ വിത്ത് ഇനീഷ്യൽ പോയിന്റ് തന്നിട്ടുണ്ട് z0, അതായത് z ഓഫ് എ z0 ആയിരിക്കും, z ഓഫ് ബി z1 ആയിരിക്കും. ദെൻ സ്മാൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ സ്മാൾ എഫ് എന്ന് എഴുതാം. സോ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് എഴുതാം. ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി, അതായത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷൻ. ദെൻ അതിന് എഫ് ഓഫ് സെഡ് ഓഫ് ടിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി. ദെൻ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഡെറിവേറ്റീവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് ടി തന്നെ കിട്ടും. സോ എഫ് ഓഫ് സെഡ് ഓഫ് പി മൈനസ് എഫ് ഓഫ് സെഡ് ഓഫ് എ, ദാറ്റ് ഈസ് സെഡ് ഓഫ് പി മീൻസ് ഇറ്റ് ഈസ് z1 terminal point and z of a is the initial point z0. We get f of z1 minus f of z0. So fundamental theorem for contour integrals ആണ് 7th question. Then 8th one, എട്ടാമത്തെ question. Evaluate integral over c e raised to z divided by z minus pi I dz, where c is the circle, mod z equal to 4. mod z equal to 4 എന്നുള്ള സർക്കിളാണ് തന്നിട്ടുള്ളത്. സി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇന്റഗ്രൽ ഓവർ സി
e raised to z divided by z minus pi I. So the function e raised to z divided by z minus pi I is analytic except that the denominator equals 0, that is z equal to pi I. Pi I means it is 0 pi എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ മോഡ് z equal to 4 ആണ്. സോ മോഡ് pi I എന്ന് പറഞ്ഞാൽ that's equal to pi 3.14 വരും നമുക്കറിയാം. അത് ലെസ് ദാൻ 4 ആണ്. അതുകൊണ്ട് തന്നെ മോഡ് z equal to 4 എന്നുള്ള സർക്കിളിനുള്ളിലാണ് pi I എന്നുള്ള പോയിന്റ്. സോ നമ്മളിവിടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചാൽ ഇന്റഗ്രൽ ഓവർ c e raised to z divided by z minus pi I dz equal to 2 pi I into f of z naught എന്നാണ് കേട്ടോ. z naught എന്ന് പറഞ്ഞാൽ അവിടെ pi I ആണ്. 2 pi I into f of pi I. that is ഇവിടുത്തെ f of z e raised to z ആണ്. 2 pi I into e raised to pi I, that's equal to 2 pi I into cos pi plus I sin pi. We get minus 2 pi I എന്ന് കിട്ടും. So minus 2 pi I is the answer of 8th question. Then 9th one, ഒരു ലിമിറ്റ് കാണുന്നതിനാണ്, കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ചെക്ക് ചെയ്യാനാണ്. ഡിറ്റർമൈൻ വെദർ ദ സീക്വൻസ് 3ni plus 2 divided by n plus ni കൺവേർജസ് ഓർ ഡൈവേർജസ്. ഈ സീക്വൻസ് തന്നിട്ടുണ്ട്, കോംപ്ലക്സ് സീക്വൻസ് ആണ്. അത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, സീക്വൻസിൻ്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3ni plus 2 divided by n plus ni. സാധാരണ ലിമിറ്റ് കാണുന്ന പോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ടേക്കൺ ഔട്ട്സൈഡ് 3i plus 2 by n divided by n into 1 plus I. n and n get cancelled. We get 3i plus 0 divided by 1 plus I. 3i by 1 plus I എന്ന് കിട്ടും. സോ ഇതിന് ഒന്ന് അറേഞ്ച് ചെയ്താൽ, അതായത് 3i by 1 plus I 1 minus I കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we get 3i plus 3 divided by 2. It is 3 by 2 plus 3 by 2i. സോ നമുക്ക് ഒരു ഫൈനൈറ്റ് ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയിട്ടുണ്ട് ലിമിറ്റ്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. അത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് 3/2 പ്ലസ് 3/2iയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ അതൊരു കൺവേർജൻ്റ് സീക്വൻസ് ആണ്. നെക്സ്റ്റ് 10th question. Suppose the function f of z equal to 3 minus I divided by 1 minus I plus z is expanded in a Taylor series with the center at z not equal to 4 minus 2i. What is the radius of convergence? So f of z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ടൈലർ സീരീസ് ഫോം ചെയ്തിട്ടുണ്ട് വിത്ത് സെൻറ്റർ 4 minus 2i. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണുന്നതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അത് സീരീസ് ഫോമിലാവുമ്പോഴാണ് an എഴുതിയിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ സീരീസ് തന്നിട്ടില്ല. അപ്പോൾ ടൈലർ സീരീസൊക്കെ എഴുതിയിട്ട് എഫ് ഓഫ് സെഡിൻ്റെ ടൈലർ സീരീസ് എഴുതുക. എന്നിട്ട് ആ സീരീസിന് ഒരു ഫോം ഉണ്ടാക്കിയിട്ട് ആ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ച് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്ന ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 3 മൈനസ് ഐ ഡിവൈഡ് ബൈ 1 മൈനസ് ഐ പ്ലസ് സെഡ് ആണ്. ടൈലർ സീരീസിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട് 4 മൈനസ് 2i. അതായത് 4 മൈനസ് 2i ദാറ്റ് മീൻസ് 4 മൈനസ് 2 എന്നുള്ള പോയിന്റ്. അത് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ ടൈലർ സീരീസ് എഴുതുന്നു. റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് മീൻസ് അത് ആ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഏറ്റവും വലിയ സർക്കിളിൻ്റെ ഗ്രേറ്റസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുക. അതായത് ആ റേഡിയസ് കഴിഞ്ഞിട്ട് ആ സീരീസിന് ആ ഫംഗ്ഷൻ ഒരു സിംഗുലാർ പോയിന്റ് വരും, അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് വരും. ആ സർക്കിളിനുള്ളിൽ ആ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും.
സോ ഇവിടെ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ആണ്. ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു -1 പ്ലസ് ഐ ആണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു -1 പ്ലസ് ഐയിൽ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല. അപ്പോൾ സെഡ് ഈക്വൽ ടു -1 പ്ലസ് ഐ എന്ന പോയിന്റ് വരാത്ത ഒരു ഡിസ്റ്റൻസിൽ ആണ് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടുക. സെൻറ്റർ 4-2i ആണ്. അതായത് 4-2i എന്ന പോയിന്റിൽ നിന്നും ഈ -1 പ്ലസ് ഐ എന്ന പോയിന്റ് വരെയുള്ള ആ ഡിസ്റ്റൻസിൽ അവിടെയെല്ലാം എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിരിക്കും. അതിൻ്റെ സീരീസ് എഫ് ഓഫ് സെഡിൻ്റെ ടൈലർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ഈ -1 പ്ലസ് ഐ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ സീരീസ് ഉണ്ടാവില്ല, അവിടുന്ന് അങ്ങോട്ട് പിന്നെ കൺവേർജൻ്റ് ആവില്ല. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടാൽ മതി. അതായത് സെൻറ്ററിൽ നിന്നും നമ്മുടെ സിംഗുലാരിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടും. സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദി സിംഗുലാർ പോയിന്റ് -1 പ്ലസ് ഐ. ദാറ്റ് ഈസ് വി ഗെറ്റ് ഡിസ്റ്റൻസ് കാണാൻ മോഡുലസ് ഓഫ് സെൻറ്റർ 4-2i ആണ്, മൈനസ് നമുക്ക് സിംഗുലാർ പോയിന്റ് -1 പ്ലസ് ഐ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാണാം. ദാറ്റ് ഈസ് 4-2i പ്ലസ് 1 മൈനസ് ഐ. ദാറ്റ്സ് ഈക്വൽ ടു 5 - 3i. മോഡുലസ് ഓഫ് 5 - 3i ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ. 25 പ്ലസ് 9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 34. റൂട്ട് 34 ആ ഡിസ്റ്റൻസിൽ അത്രയും റേഡിയസ് ഉള്ള സർക്കിളിൽ ഈ സീരീസ് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഗിവൺ എഫ് ഓഫ് സെറ്റ് കൺവേർജൻ്റ് ആയിരിക്കും. സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് റൂട്ട് 34. നമുക്ക് സർക്കിൾ ഓഫ് കൺവേർജൻസ് ഇങ്ങനെ എഴുതാം. സെറ്റ് മൈനസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ 4-2i is equal to root 34. So this is the circle of convergence. Radius of convergence is root 34. Circle of convergence നമ്മൾ ചോദിച്ചിട്ടില്ല, റേഡിയസ് ഓഫ് കൺവേർജൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Now we have 11th question. Find the Maclaurin series expansion of f of z equal to 1/1 minus z whole square. So Maclaurin സീരീസിൻ്റെ ഡയറക്റ്റ് സീരീസ് എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്യാം. 1/1 minus z whole square എഫ് ഓഫ് 0 കാണാം, എഫ് ഡാഷ് ഓഫ് സെഡ് ദെൻ എഫ് ഡാഷ് ഓഫ് 0 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണാം. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ്, അതിലും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്, നമുക്ക് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/1 മൈനസ് സെഡ് ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് കണ്ടത്. 1/1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം 1 പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര വിച്ച് ഈസ് വാലിഡ് ഇൻ മോഡ് സെഡ് ലെസ് ദാൻ 1. ഇനി ഈ ഇക്വേഷനെ, ഈ എക്സ്പ്രഷനെ നമ്മൾ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/1 മൈനസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത് -1/1 മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു -1 ആണ്. ദാറ്റ് ഈസ് 1/1 മൈനസ് സെഡ് ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് സെഡ്. ദാറ്റ്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 2z പ്ലസ് 3z സ്ക്വയർ പ്ലസ് 4z ക്യൂബ് പ്ലസ് എക്സെട്ര. സോ that is the Maclaurin series of 1/1 minus z whole square which is valid in mod z less than 1. The next 12th question. Show that z equal to 0 is a removable singularity of the function f of z equal to e raised to 2z minus 1 divided by z. So സിംഗുലാരിറ്റിയുടെ ടൈപ്പ് ചെക്ക് ചെയ്യാൻ നമ്മൾ ലോറൻസ് സീരീസ് എഴുതിയിട്ടാണ്. അതിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ട്, നെഗറ്റീവ് പവർ വരുന്ന പാർട്ട് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ z ഈക്വൽ ടു 0 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് സെഡിൻ്റെ നെഗറ്റീവ് ടേംസ് z റേസ് ടു -1 ദാറ്റ് ഈസ് 1/z, അതുപോലെ 1/z സ്ക്വയർ, ഇങ്ങനെയുള്ള ടേമുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാം z ഈക്വൽ ടു 0 ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന്. സോ വി ഹാവ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് z ഈക്വൽ ടു e raised to 2z minus 1 divided by z. So ഇതിൽ e raised to zൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം 1 പ്ലസ് z പ്ലസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ e raised to 2z ആണെങ്കിൽ
1 plus 2z plus 2z square divided by 2 factorial plus 2z whole cube by 3 factorial plus etc. നമുക്ക് വേണ്ടത് e raised to 2z minus 1 divided by z ആണ്. അപ്പോൾ minus 1 എഴുതുമ്പോൾ ഈ 1 ക്യാൻസൽ ആയി പോകും. Then divided by z. അപ്പോൾ we get 2 plus 4z by 2 factorial plus 8z square by 3 factorial. Then next വരുന്നത് 2 raised to 4 ആണ്. That is 16. ഒരു z ക്യാൻസൽ ചെയ്തു പോകും. z cube divided by 4 factorial plus etc. അപ്പോൾ ഇതിൽ 2 ഉണ്ട്, പിന്നെ z square z cube ഉള്ള ടേമുകളാണ്. പോസിറ്റീവ് പവേഴ്സ് ആണ്. 1 by z square ഒക്കെ ആബ്സെന്റ് ആണ്. നെഗറ്റീവ് പവേഴ്സ് ഓഫ് z ആർ ആബ്സെന്റ്. So by the definition of removable singularity we have the principal part of 1 by z in Lorentz series is absent. So z equal to 0 is a removable singularity എന്ന് പറയാൻ പറ്റും. Next, 13th question. Determine the order of the zero of the function z e raised to z minus 1. Z into e raised to z minus 1. So we have f of z equal to z into e raised to z minus 1. Z equal to 0 ലാണ് അതിൻ്റെ 0ൻ്റെ ഓർഡർ. z equal to 0 ഏത് ഓർഡർ 0 ആണ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അതിന് നമുക്കറിയാം സീറോൻ്റെ ഓർഡർ കാണാൻ എഫ് ഓഫ് 0, അതേപോലെ എഫ് ഡാഷ് ഓഫ് 0, അങ്ങനെ ഏത് ഡെറിവേറ്റീവിനാണോ നോൺ സീറോ കിട്ടുന്നത് അതാണ് ആ സീറോയുടെ ഓർഡർ. സോ എഫ് ഓഫ് 0 വി ഗെറ്റ് 0. ദെൻ എഫ് ഡാഷ് ഓഫ് z വി ഗെറ്റ് z ഇൻറ്റു ഇ റേസ് ടു z പ്ലസ് ഇ റേസ് ടു z മൈനസ് 1. എഫ് ഡാഷ് ഓഫ് 0 വി ഗെറ്റ് അഗെയിൻ ഇറ്റ് ഈസ് 0. ദെൻ എഫ് ഡബിൾ ഡാഷ് ആണ് വി ഗെറ്റ് z e raised to z plus e raised to z plus e raised to z. So f double dash of 0 we get 2. That is a non-zero number. So second derivative ആണ് non-zero കിട്ടിയത്. So order of 0 z equal to 0ൽ 0യുടെ order 2 ആണ് എന്ന് പറയാൻ പറ്റും. Now we have next question. 14th question. Show that z equal to 0 is an essential singularity of the function f of z equal to z cube into sin 1 by z. അപ്പോൾ നേരത്തെ റിമൂവബിൾ സിംഗുലാരിറ്റി ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ ലോറൻസ് സീരീസ് ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടായിരിക്കും. ഇവിടെ z equal to 0ലാണ് ഇതിൻ്റെ ഓർഡർ നമുക്ക് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. നൗ z equal to 0ൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വേണ്ടത് 1 by z-ൻ്റെ ടേംസ്, നെഗറ്റീവ് പവേഴ്സ് ഓഫ് z-ൻ്റെ ടേംസ് 1 by z 1 by z സ്ക്വയർ, അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ വി ഗെറ്റ് എഫ് ഓഫ് z ഈക്വൽ ടു z cube into sin 1 by z. അപ്പോൾ sin z-ൻ്റെ സീരീസ് നമുക്കറിയാം z minus z cube by 3 factorial plus z raised to 5 by 5 factorial minus etc. So sin 1 by z എന്ന് പറഞ്ഞാൽ 1 by z minus 1 by z whole cube by 3 factorial plus 1 by z whole raised to 5 by 5 factorial minus etc. ഇനി അത് മാത്രമല്ല, നമുക്ക് അതിനെ z ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ z ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് z സ്ക്വയർ മൈനസ് 1 by 3 factorial മൈനസ് 1 by z raised to 2, z സ്ക്വയർ 5 factorial. അടുത്ത ടേം വരുന്നത് ഇവിടെ പ്ലസ് ആണ്, മൈനസ് 1 by z raised to 4 7 factorial plus etc. So ഇതിൽ 1 by z-ൻ്റെ ടേംസ് ഇവിടെ 1 by z സ്ക്വയർ ഉണ്ട്, 1 by z raised to 4, അടുത്തതിൽ 1 by z raised to 6, അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരും. So there are infinite terms of 1 by z in the principal part. So z equal to 0 is an essential singularity. Now
Next we have next question, that is 15th question. Section A യിലുള്ള last question ആണ്. Find the residue at the pole of the function z equal to 4z plus 8 divided by 2z minus 1. തന്നിരിക്കുന്ന f of z-ന്റെ പോളിൽ ഉള്ള റെസിഡ്യൂ കാണണം. അതിൻ്റെ സിംഗുലാരിറ്റിയിലുള്ള റെസിഡ്യൂ കാണണം. ഇവിടെ റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് സിംഗുലാരിറ്റി പോളാണ് വരുന്നത്. അതായത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്. എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് 2z minus 1 equal to 0, that is z equal to 1 by 2. So z equal to 1 by 2 ഇവിടെ അതൊരു സിമ്പിൾ പോളാണ്. പോൾ ഓഫ് ഓർഡർ 1 ആണ്, ഒരു തവണ വരുന്നുള്ളൂ. സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് at 1 by 2 equal to limit z tends to 1 by 2 z minus 1 by 2 into f of z ആണ്. അതായത് 4z plus 8 divided by 2z minus 1. അപ്പോൾ ഈ 2z minus 1 നമുക്കൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് z tends to 1 by 2 z minus 1 by 2 into 4z plus 8 divided by 2 into z minus 1 by 2 എന്ന് കിട്ടും. So these are getting cancelled. We get 4 into 1 by 2 plus 8 divided by 2. That is 10 by 2. That's equal to 5. So 5 is the residue at the singularity z equal to 1 by 2. So ഇത് സെക്ഷൻ എയിലെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സോൾവ് ചെയ്തത്. സോ അതിൽ നമുക്ക് കാണാൻ പറ്റും ലിമിറ്റ് ചെക്ക് ചെയ്യാൻ, അതുപോലെ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ആ ഒരു എലമെൻ്ററി ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സിംഗുലാരിറ്റിയുടെ ടൈപ്പ് ചെക്ക് ചെയ്യാൻ, അത് എല്ലാം അതിൽ കാണുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, താങ്ക് യു.